സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് LDF, UDF, NDA സ്ഥാനാർത്ഥികൾ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. നിശബ്ദ പ്രചരണവും അവസാനിക്കുമ്പോൾ ആത്മവിശ്വാസം ഇരട്ടിച്ചെന്ന സ്ഥാനാർത്ഥികൾ. ആറ്റിങ്ങലിലെ LDF, UDF സ്ഥാനാർത്ഥികൾ നേർക്കുനേരെത്തിയപ്പോൾ വാക്പോര് കടുത്തു. നിങ്ങളിത് പരമ്പരാഗതമായി ഇത് CPM-ന് വേണ്ടി എഴുതി കൊടുത്ത നിയോജകമണ്ഡലം വല്ലതുമാണോ? അല്ലല്ലോ. BJP-യുമായി എന്തെങ്കിലും ബാന്ധവം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയട്ടെ. ആറ്റിങ്ങലിലെ ജനങ്ങൾ കൃത്യമായി രാഷ്ട്രീയമുള്ളവരാണ്. എന്തായിരുന്നാലും മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയം ഉറപ്പെന്ന അവകാശവാദവുമായി ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും. വിജയം നമ്മളുടെ മറ്റേ രണ്ടാളുടെയും വെളിയിലൊരു തർക്കമാണ് രണ്ടാം സ്ഥാനത്തിന്. അത്രയുള്ളൂ. ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാറ്റം വേണം എന്ന് അവർ പറയുന്നു. 10-15 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് ഞാൻ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. സംസ്ഥാനത്ത് BJP-ക്ക് അനുകൂല അന്തരീക്ഷമെന്ന NDA സ്ഥാനാർത്ഥികൾ. ആലപ്പുഴയിലെ വിജയിക്കാൻ പോകുന്നു എന്നുള്ളത് രണ്ട് പാർട്ടികൾക്കും, കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും അസലായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കൊല്ലത്ത് ഒരു വികസനവും നടന്നിട്ടില്ല. വികസന മുരടിപ്പ് കേരളത്തിൽ തന്നെ എടുത്താൽ ഏറ്റവും മുരടിപ്പ് നടന്നിരിക്കുന്ന ജില്ലയാണ് കൊല്ലം. ഇത്തവണ പാലക്കാട് മത്സരിക്കുന്നത് ജയിക്കാനാണ്. ജയത്തിൽ കുറഞ്ഞതൊന്നും ഞങ്ങളിവിടെ പാലക്കാട് പ്രതീക്ഷിക്കുന്നില്ല. ഒരു മോഡി വേവ് ഈ കോഴിക്കോടുണ്ട് എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്, എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. 20-ൽ 20 സീറ്റും നേടുമെന്ന UDF സ്ഥാനാർത്ഥികളും. നിങ്ങൾക്ക് ജൂൺ 4-ന് കൗണ്ടിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമാകും മാർക്സിസ്റ്റ് പാർട്ടി എവിടെ കിടക്കുന്നു, UDF എവിടെ കിടക്കുന്നു, കൃത്യമായി ബോധ്യമാകും. 2020-യുടെ വോട്ട് UDF-ന്റെ അടർത്തിയെടുത്ത് LDF ജയിക്കാമെന്നാണ് LDF കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ആ നിയോജകമണ്ഡലം സേഫാണ്. ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഒരു പിന്തുണയും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ വിധിയെഴുത്തിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന ഇടത് സ്ഥാനാർത്ഥികളും. ഒരു സംശയം വേണ്ട, ഇടതുപക്ഷത്തിന്റെ മുൻകൈ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ഈ ഭരണവിരുദ്ധ വികാരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരുള്ള ഒരു ആശങ്കയൊന്നുമില്ല. 101% ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ഒരു മാസത്തിലധികം നീണ്ട പ്രചാരണത്തിനൊടുവിൽ കേരളം വിധിയെഴുതുമ്പോൾ ട്രെൻഡ് ആർക്കൊപ്പമെന്നാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.